മടിയായിടി. ഈ കണ്ണീന്ന് വെള്ളം വന്നു ചേച്ചിയുടെ. സൂം ചെയ്യട്ടെ, ഒന്ന് സൂം ചെയ്യട്ടെ. അച്ഛൻ ഇതിനെ കെട്ടിക്കുമ്പോഴേക്കും അച്ഛന് 6 എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. സോ ഇന്നത്തെ വിശേഷം എന്താണെന്ന് വെച്ചാൽ എൻ്റെ മമ്മിയുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ രാവിലെ തന്നെ നല്ല ഓട്ടത്തിലായിരുന്നു. എൻ്റെ ഒരു സ്റ്റുഡൻറ്റ് ക്യാബിൻ ക്രൂ ആയിട്ട് സെലക്ട് ആയ കാരണം കൊണ്ട് ആളെ കാണാൻ പോയി. ആൾക്കൊരു സർപ്രൈസ് ഗിഫ്റ്റൊക്കെ ആയിട്ട് ആളൊക്കെ ഒന്ന് കാണാൻ പോയി. അങ്ങനത്തെ കുറച്ച് തിരക്കിലായിരുന്നു. അപ്പോൾ അതിൻ്റെ വ്ളോഗ് ഇട്ടിട്ടുണ്ട്, കണ്ടു നോക്കാം കേട്ടോ. അതിന് ശേഷമാണ് നേരെ മലബാറിലേക്ക് വിട്ടത്. ബർത്ത്ഡേ ആയ കാരണം മമ്മിക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഇവിടെ ഇങ്ങനെ വന്നിരിക്കുകയാണ്. കുറേ നോക്കി ഫൈനലി ഒരു ബ്രേസ്ലെറ്റ് തന്നെ എടുക്കാമെന്ന് വിചാരിച്ചു. കാരണം എപ്പോഴും മമ്മി വളയും അതും ഇതൊക്കെ എപ്പോഴും ഇടുന്നത്. പക്ഷെ ബ്രേസ്ലെറ്റ് ആൾക്കില്ല. എൻ്റെ കയ്യിൽ എപ്പോഴും കാണുമ്പോൾ ആൾ പറഞ്ഞിട്ടുമുണ്ട് കേട്ടോ. അത് നല്ല ഭംഗിയുണ്ടല്ലോ. കയ്യിലുള്ളത് ഊരി കൊടുക്കുന്നിട്ട് ഇതോടെ അങ്ങനെ ഫൈനലി എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ബ്രേസ്ലെറ്റ് കിട്ടി. എപ്പോഴും ഞാൻ ഇവിടെ വരുമ്പോൾ ഈ ബ്രേസ്ലെറ്റ്സിലും പിന്നെ അതുപോലെ ബാംഗിൾസിലൊക്കെ എനിക്ക് നല്ല സെലക്ഷനിൽ കിട്ടാറുണ്ട്. എൻ്റെ കയ്യിലുള്ളതും നല്ലൊരു റെയർ പീസ് പോലുള്ള ഒരു ബ്രേസ്ലെറ്റാണ് കേട്ടോ. മമ്മിക്ക് കിട്ടിയപ്പോഴും നല്ലൊരു സ്റ്റൈലായിട്ടുള്ളൊരു സംഭവം കിട്ടി. താങ്ക് യു സോ മച്ച്. ടാറ്റ പോവാം. ബൈ ബൈ. ഒരു ഉമ്മാരോ ടാറ്റ കൊണ്ടാന്ന് പറഞ്ഞ എന്തോ ഒരു ഉമ്മാനും തന്നുള്ളൂ. ടാറ്റ കുഞ്ഞുമാറി എങ്ങോട്ടാ പോണേ? എവിടേക്ക് പോണേ? എവിടേക്ക് പോണേ? അച്ഛൻ്റെ വീട്ടിലേക്കാണോ? ടൈറ്റ് ആയില്ലേ? പോവാണ്. കഴിഞ്ഞില്ല. താഴെ നിർത്തരുത്, താഴെ നിർത്തുന്നത് പറിച്ചുകള്. ഈ ശശിക്ക പൂവ് മൂക്കി കേട്ടാണ് നമ്മള് ഇറങ്ങി ഇപ്പൊ പോകുന്നത് വീട്ടിലേക്കാണ്. മമ്മിക്ക് ഒരു സർപ്രൈസ് ഒക്കെ കൊടുക്കാൻ അപ്പച്ചനെയും അമ്മച്ചിനെയും കൂട്ടിയിട്ടുണ്ട്. എന്തായാലും അപ്പച്ചനും അമ്മച്ചിനെയും മമ്മി എക്സ്പെക്ട് ചെയ്യുന്നേ ഉണ്ടാവില്ല ബർത്ത്ഡേ ആയിട്ട്. കോമഡി എന്താ അറിയോ? എന്താ? അമ്മച്ചിക്ക് ബർത്ത്ഡേ ആണ് ഇന്നെന്നുള്ള കാര്യം ഉണ്ടായില്ല. ബുദ്ധിമുട്ടായിരുന്നു. എനിക്ക് പനി നിറയൊക്കെ വന്ന് പേടിച്ചിട്ടാട്ടെ. ആദ്യത്തെ പ്രസവമാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഇതൊക്കെ നടന്നു. എന്തായാലും അമ്മച്ചിക്ക് ഓർമ്മ വന്ന സ്ഥിതിക്ക് അമ്മച്ചിനും അപ്പച്ചനെയും കൂട്ടിയിട്ടുണ്ട്. മമ്മിക്ക് ഇങ്ങനെ സന്തോഷമാവട്ടെ നേരത്തെ. ഇതുവരെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. കേക്ക് മുറിക്കാൻ അമ്മച്ചി അപ്പച്ചന് കേക്ക് വാങ്ങിക്കാം. ഞാൻ വാങ്ങിച്ചിട്ട് വരാം. അമ്മ അങ്കമാലില്ലേ? മമ്മി ഇവിടെയാണ്. അമ്മച്ചി ഞാൻ നുണ പറഞ്ഞല്ലോ റെഡി ആയിട്ട് പോയാവോ? നീ വിളിച്ചിട്ട് വരാനായിപ്പോ. ഞാൻ പറഞ്ഞു ഇങ്ങോട്ട് വരുമെന്ന്. എന്റെ കർത്താവ്, ഞാൻ മനസ്സുകൊണ്ട് സർപ്രൈസ് അപ്പനെയും അമ്മേനെയും കണ്ട് സർപ്രൈസ്. അതാ പിന്നെ തുറക്കും.
ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചുകൊള്ളുന്ന എന്റെ അപ്പനെ അമ്മേനെ ഇതിന്റെ സ്കൂളിൽ നിന്ന് പൊക്കിക്കൊണ്ടോ ഞാൻ മാനത്ത് കാണും. ഞാൻ എന്താ മോളാന്ന് എനിക്കറിയാം. ചെടി വാടിയിരുന്നു നട്ടിട്ട് വീണ അപ്പൊ അതിന്റെ ചട്ടിയിൽ വെക്കാണ്ട് നീ കൊണ്ടുവന്നിട്ട് ഞാനൊന്നും വെച്ചില്ല പറിച്ചെടുത്തു. ആ നല്ല ഡ്രസ്സൊക്കെ ഇട്ടിട്ടുണ്ട്. ഇത് ബ്ലാക്ക് മങ്കിനെ എവിടെ നിന്ന് കിട്ടിയ? ബ്ലാക്ക് മങ്കിനെ വീട്ടിൽ നിന്ന് പൊക്കി. പൊക്കണ്ട കാര്യത്തിൽ നോക്കണോ? ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു അമ്മായി. എന്റെ മോള് ഓർത്തോന്ന് ആർക്കറിയണ? ഞാൻ ഓർത്തില്ല എന്നാണ് വിചാരിച്ചോണ്ടിരുന്നേ. ഇവളോട് പറയരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല, അവളെ എന്നോട് ബർത്ത്ഡേ ആരെങ്കിലും മറക്കോ? അവളെന്നെ ഇന്നലെ രാത്രി വിളിച്ചിട്ട് പറഞ്ഞു മമ്മിയുടെ ബർത്ത്ഡേ ആണ് നാളെന്ന്. പിന്നെ ഇപ്പൊ എന്തുട്ടാ 42ാമത്തെ ബർത്ത്ഡേ? 52 52 ആയിട്ടില്ല, 51 ആയിട്ടുള്ളൂ. 51ാമത്തെ ബർത്ത്ഡേ പിന്നെ അത്ര വലിയ ഒരു ഹാപ്പി ബർത്ത്ഡേ അത്രയൊക്കെ ഉള്ളൂ. പിന്നെ നിന്റെ 27ാമത്തെ ബർത്ത്ഡേ ഇത്ര വലിയ ഇതില് കാട്ടിയെന്തിനാ? ഇതിവിടത്തെ ദത്തുമോളായ കെട്ടിച്ച് വിട്ട് വന്ന എഴുതിയേക്കണ അച്ചു. അച്ചു ഇതിനെ കെട്ടിക്കുമ്പോഴേക്കും അച്ചുവിന് 6 ഞാൻ ഒരെണ്ണം പറഞ്ഞിട്ടുള്ളൂ. എനിക്ക് ഒരെണ്ണം നോക്കി തരാനുള്ള കടമയുള്ളൂ. അത് ഞാൻ ചെയ്യും. 6 ഇവിടെ നേഴ്സറി സ്കൂളിൽ എന്തായാലും ഇതിനേക്കാളൊക്കെ വലുത് ഐ എം സോ ഹാപ്പി ഫോർ ഹെർ. ഫസ്റ്റ് ഓഫ് ഓൾ അങ്ങനെ എന്താ പറയുക, ഇത്രയും വലിയൊരു അച്ചീവ്മെന്റ് കിട്ടിയതിൽ അതിൽ തന്നെ ഭയങ്കര സന്തോഷം. അപ്പം എന്താ പറയാ, ഈ ഉയരങ്ങളിൽ എത്താൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹാപ്പി ബർത്ത്ഡേ ടു യു. ലാളി ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ. എനിക്ക് വേണ്ട. many happy returns of the day. അതൊക്കെ തിന്നായിരുന്നു. ഒരു സൈഡിലേക്ക് പോയല്ലോ. എത്തിയില്ല അമ്മക്ക്. നീ അമ്മയ്ക്ക് വായക്ക് എത്തിയിട്ടില്ല. അപ്പോഴേക്കും കൈ വലിച്ചോളൂ അമ്മയുടെ. അയ്യോ ഉടുപ്പ് ഇഷ്ടപ്പെട്ടോ? ഡ്രസ് കൈ കാണിക്ക്. എടുക്ക്, ഇട്, നോക്ക്, പൊട്ടിക്ക്. ബാഗിലെന്ന് പറഞ്ഞ മാതാവേ, എനിക്ക് വല്ലത് ഇടാൻ. ഞാൻ ഭയങ്കര സെസ്കി ആയിട്ടുള്ള ഡ്രസ്സാണ് ഇട്ടേക്കണേ. സ്ലീവ്ലെസ്. അതെ. അക്കടോ ഇഷ്ടപ്പെട്ടാ? സിമ്പിൾ ആയിട്ടുള്ള ഡ്രസ്സൊക്കെ വാങ്ങാനായിട്ട് മുതലായുള്ളൂ. കഴിഞ്ഞ തവണയാണ് വാച്ചൊക്കെ വാങ്ങിച്ചു കൊടുത്തോ. ഇത്തവണ സിമ്പിൾ ആയി. മോളുടെ ഗിഫ്റ്റ് നല്ലതാ, നല്ല കളറാ. കളർ ഇഷ്ടപ്പെട്ടാ? നല്ല കളറാണ്. അപ്പൊ ശരി, ഹാപ്പി ബർത്ത്ഡേ.
ഹാപ്പി ബർത്ത്ഡേ. നോക്കട്ടെ. ദാറ്റ് എക്സൈറ്റ്മെന്റ് ലുക്ക്. അമ്മേ ചോദിക്കേ. അതിന്റെ ഉള്ളിൽ ഒന്നുമില്ല സിജി, സിജിനെ പറ്റിക്കാണ്. അമ്മ എവിടെ പോയി നിക്കണേ? എന്റെ ദൈവമേ. നീ ശശിയായിടി. അപ്പൊ നിനക്ക് സ്പെഷ്യലായിട്ട് ഇട്ട് കൊടുക്കടി. എന്റെ ദൈവമേ. ഭംഗിണ്ടാ? നിന്നോട് ചോദിച്ചില്ല. അപ്പൊ തൽക്കാലത്തേക്ക് നല്ല പോരണേ. ഓ അതങ്ങനെ വലിച്ചു പോരി കഴിഞ്ഞാൽ ഓ എന്റെ പൊന്നമ്മ. സൂപ്പർ. രണ്ട് 2024 സിജി രാവിലെ വിളിച്ചിട്ട് സിജിയുടെ അനിയത്തിമാരോടും അമ്മേനോട് പറഞ്ഞില്ല അല്ലേ, വേറെ ആരോടൊക്കെ ആന്റിമാരോടൊക്കെ എന്റെ മോള് മാത്രം എന്നെ വിഷ് ചെയ്തില്ല. ആരും ഓർമ്മിപ്പിക്കണ്ട, സ്റ്റാറ്റസ് ഒക്കെ ഡിലീറ്റ് ചെയ്യ, അവൾ ഓർക്കോ നോക്കട്ടെ. ഞാൻ അതൊന്നും പറഞ്ഞില്ല. ആരോട് പറഞ്ഞില്ല? പേരിറ്റോട് പറഞ്ഞല്ലോ. തെറ്റോട് ഞാൻ പറഞ്ഞതാ, അവളെ ഓർപ്പിക്കണ്ട. കേക്കും ഇതൊക്കെ ഇപ്പൊ ഇവിടെ വരുമെന്ന് എനിക്കറിയാം. അപ്പൊ അതുകൊണ്ട് ഒന്നും വേണ്ടാന്ന്, ഞാൻ ഒന്നും ഇല്ലാത്ത ഇത് മതിയെന്ന് ഞാൻ പറഞ്ഞു. എനിക്കിപ്പോ പ്രത്യേകിച്ച് ബർത്ത്ഡേയുടെ ആഘോഷം ഒന്നും വേണ്ടെന്നാ ഞാൻ പറഞ്ഞത്. അത് ഓർക്കുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഓർത്തില്ലെങ്കിൽ വേണ്ട. എന്നാലും രാവിലെ ഒരു വിഷു പ്രതീക്ഷിച്ചു അല്ലേ? രാവിലെ വിഷു അങ്ങനെ എനിക്ക് ഈ കണ്ണീന്ന് വെള്ളം വന്നു സിജിയുടെ. സൂം ചെയ്യട്ടെ, ഇത്രയൊക്കെ കണ്ടപ്പോ ഒന്ന് സൂം ചെയ്യട്ടെ. ഇത് നന്നായിട്ടുണ്ട്. ഡ്രസ് നല്ല കലക്കനായിട്ടുണ്ട്, സൂപ്പർ ആയിട്ടുണ്ട്. എന്റെ ഭർത്താവ് എനിക്ക് എന്നെ ഓർത്തില്ല, എനിക്കൊന്നും മേടിച്ചു തന്നു. അപ്പൊ അങ്ങേര് മാത്രം എന്നെ ഓർത്തില്ല, എന്നെ വിഷ് ചെയ്തില്ല, എനിക്ക് ഒരു മിഠായി എങ്കിലും തന്നില്ല. അതിലെനിക്ക് സങ്കടമുണ്ട്. അളിയ ഒരു ഉമ്മയിൽ അങ്ങോട്ട് ഒരു ഉമ്മ കൊടുക്കളിയാ. ഉമ്മയിലൊന്നും ഒതുങ്ങണ കഴിക്കണല്ലോ. മുമ്പേക്ക് എന്തുട്ടാ കഴിക്കും. ഇതൊന്നും വേണ്ട, ഇത്രയൊക്കെ മതി. ഇതന്നെ ഞാൻ ആഗ്രഹിക്കാത്തതിൽ അപ്പുറമാണ്. ഇല്ല, നിന്നെ കൊണ്ടുപോവും. വേണ്ട, നീ പോണില്ല. ടാറ്റാ. ഇങ്ങോട്ട് വരുമോ അമ്മച്ചി? ടാറ്റാ. ഇന്നത്തെ വ്ലോഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ബൈ ബൈ. ഇനി അങ്ങോട്ട് പപ്പ കൊണ്ടുവന്നാക്കും, എനിക്ക് റെസ്റ്റ്. ടാറ്റാ.